أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. إنما المؤمنون إخوة فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون. സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ സൂക്ഷിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അവന്റെ സജ്ജനങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വന്തത്തിലേക്ക് ചുരുങ്ങുക, പരമാവധി ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ് പുതിയ സമൂഹത്തിന്റെ ഒരു രീതി. കുടുംബ സംവിധാനമാകുമ്പോൾ വളരെ ചെറിയ മൈക്രോ ഫാമിലികളായി, അണുകുടുംബങ്ങളായി ജീവിക്കുന്നു, കഴിയുന്നു. അതിനകത്ത് തന്നെ പരസ്പരം സംസാരമില്ലാത്ത മാതാപിതാക്കളും മക്കളുമായി തീരുന്നു. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പോലും ഒരു ബെഡ്റൂമിനകത്ത് രണ്ടുപേർ രണ്ട് ഫോണുകളിൽ ജീവിക്കുന്നു. ഇതാണ് പുതിയ ഒരു ജീവിത രീതി. കുറച്ചു കാലമായി ഈ ഒരു അവസ്ഥാവിശേഷത്തെ കുറിച്ച് പരസ്പരം പറയുന്നവരാണ്, നിരന്തരമായി കേൾക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഒറ്റക്കാകാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അത് വലിയ ആൾക്കൂട്ടങ്ങളിൽ നിന്നെന്ന പോലെ വൈജ്ഞാനികമായ സദസ്സുകളിൽ നിന്ന്, പള്ളികളിൽ ഒത്തുകൂടുന്നതിൽ നിന്ന്, ഒരുമിച്ചുള്ള കൂട്ടായ്മകളിൽ നിന്ന് എല്ലാം മാറി നിൽക്കാനാണ് ഓരോരുത്തരും പലപ്പോഴും പരിശ്രമിക്കുന്നത്, ചിന്തിക്കുന്നത്. ഇസ്ലാം ആകട്ടെ ഒരുമിച്ച് ജീവിക്കുന്നതിനെയാണ് പ്രോത്സാഹിപ്പിച്ചത്. ഭക്ഷണം കഴിക്കുന്നിടത്ത് പോലും നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കണമെന്നാണ് മതം പഠിപ്പിച്ചത്. അതെന്തിനാണ്? ആ സമയത്തും പരസ്പരം വിശേഷങ്ങൾ പങ്കുവെച്ചും ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്ന് ആളുകൾ പറയാം. ഒരു ശ്രദ്ധയില്ലെങ്കിൽ ഭക്ഷണം ശ്വാസകോശത്തിലേക്ക് പോകും. അതായിരിക്കാം ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നത്. മതത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിലക്കുകളൊന്നുമില്ല, നിയന്ത്രണങ്ങളില്ല. കുടുംബം ഒരുമിച്ച് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഭക്ഷണം കഴിക്കുകയും പരസ്പരം സംസാരിക്കുകയും ചെയ്യുമ്പോഴാണ് ആളുകളുടെ മനസ്സുകൾ കൂടുതൽ അടുക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള അകലം അകലം കൂടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പരസ്പരമുള്ള സംസാരം കുറയുന്നത് കൊണ്ടാണ്. മക്കൾ നമ്മിൽ നിന്ന് അകന്നു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ
നമുക്ക് മക്കളെ കേൾക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ജീവിതത്തിരക്കിനിടയിൽ ഇനി അതിനിടയിൽ ഒരു ഓഫ് ഡേ നമുക്ക് കിട്ടിയാൽ, ഒരു ഒഴിവ് ദിവസം നമുക്ക് കിട്ടിയാൽ പോലും നമ്മൾ നമ്മുടെ ഫോണിനകത്താണ്. മക്കളോടൊപ്പം സംസാരിക്കാൻ സന്നദ്ധരല്ല. അയൽപക്ക ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നത്, അറ്റുപോകുന്നത്, സാമൂഹിക ബന്ധങ്ങൾ അറ്റുപോകുന്നത്, കേരളത്തിൽ സ്വതന്ത്ര ജീവിതത്തിന് വേണ്ടി അതിശക്തമായി വാദിക്കുന്ന, സ്വന്തം മാതാപിതാക്കളെ പോലും ഒരു മനുഷ്യൻ പരിപാലിക്കേണ്ടതില്ല, അതൊക്കെ ഗവൺമെന്റ് ചെയ്യണമെന്ന് വാദിച്ചിരുന്ന ഒരാൾ അമേരിക്ക സന്ദർശിച്ച് കേരളത്തിലെത്തി അദ്ദേഹം നടത്തിയ ഇന്റർവ്യൂ വലിയ രൂപത്തിൽ ചർച്ചയായിരുന്നു. അദ്ദേഹം പറയുന്നത് വെച്ചാൽ അവിടെ റോട്ടിൽ ഒരു വാഹനം അപകടത്തിൽപ്പെട്ടു, നമ്മുടെ വാഹനം ബ്രേക്ക് ഡൗൺ ആയി, അല്ലെങ്കിൽ ഒരു അപകടത്തിൽപ്പെട്ടു, ഒരാളും സഹായിക്കാൻ വരില്ല. ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് സഹായം ചോദിച്ച് കടന്നു ചെന്നാൽ തന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി എന്ന് പറഞ്ഞ് അയാൾക്കെതിരെ സഹായം ചോദിച്ചവനെതിരെ അയാൾ പരാതി കൊടുക്കുന്നു. അത്രമേൽ അകലമാണ്. അപ്പൊ നമ്മളിങ്ങനെ ചുരുങ്ങി മുന്നോട്ട് പോകുമ്പോൾ വലിയ സാമൂഹിക പ്രതിസന്ധിയാണ് ഉണ്ടാവുക. ആർക്കും ആരെയും സഹായിക്കേണ്ടതില്ലാത്ത, അതിൽ എനിക്ക് എന്താണ് ലാഭമെന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറും. ഞാൻ പറഞ്ഞു സുഹൃത്തുക്കളെ, ഇസ്ലാം പഠിപ്പിച്ചത് ഒരുമിച്ച് ജീവിക്കാനാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികൾ സഹോദരങ്ങളാണ്. ഒരിക്കൽ നബിയും സ്വഹാബത്തും ഇങ്ങനെ ഒരു യാത്രക്കിടയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവർ ഒരിടത്ത് ഇറങ്ങി. അപ്പൊ ഓരോ ആളുകളും അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ മാറി ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇങ്ങനെ അകന്നിരിക്കുന്നത്? നിങ്ങൾ വിട്ടുവിട്ടിരിക്കുന്നത് നിങ്ങളുടെ മനസ്സുകൾക്കിടയിൽ അകലമുണ്ടാകാൻ കാരണമാകും. നിങ്ങളുടെ മനസ്സുകൾക്കിടയിൽ അകലമുണ്ടാകാൻ കാരണമാകും. അപ്പൊ സ്വഹാബത്ത് എല്ലാവരും ചേർന്നിരുന്നു. എന്നിട്ട് സ്വഹാബിമാർ പറയുന്നു, പിന്നെ ഞങ്ങൾ എവിടെ പോയാലും വളരെ അടുത്തടുത്താണ് ഇരിക്കുക. ഒരു പുതപ്പ് കൊണ്ട് മൂടിയാൽ ഞങ്ങൾ എല്ലാവരും അതിനകത്ത്, അതിനുള്ളിലേക്ക് ഉൾക്കൊള്ളാൻ മാത്രം ചേർന്നിരിക്കും. ഞങ്ങൾ നിസ്കരിക്കുമ്പോൾ പ്രവാചകൻ പഠിപ്പിച്ചത് എന്താണ്? നിങ്ങൾ സ്വഫ് ചേർന്ന് നിൽക്കണം, നിങ്ങളുടെ മനസ്സുകൾക്കിടയിൽ അകലമുണ്ടാകും. ഒരു ഹദീസ് അങ്ങനെയാണ്. സ്വഫിനിടയിൽ വിടവുണ്ടായാൽ അതിനുള്ളിൽ പിശാച് നിൽക്കും. അപ്പൊ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, കാലിന്റെ അടുപ്പുണ്ടായാൽ ഇവിടെ വിടവുണ്ടല്ലോ, അപ്പൊ അവിടെ പിശാച് നിൽക്കൂലെ എന്ന് വെച്ചാൽ ഹദീസിനെ പരിഹസിക്കാറുണ്ട്. അതൊരു പരിഹാസമാണ്. അല്ലാഹുവിന്റെ റസൂലിനെയാണ് പരിഹസിക്കുന്നത്. നമ്മുടെ മാനസികമായ അകൽച്ച ഉണ്ടാകുന്ന മറ്റൊരു കാരണം പ്രവാചകൻ പറയുന്നത് ചേർന്ന് നിൽക്കാനാണ് മതം പഠിപ്പിച്ചത്. പ്രവാചകൻ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ജാബിയ എന്ന ഒരു സ്ഥലത്ത് ഇറങ്ങി. തന്റെ ഇസ്ലാമിക രാജ്യം ഇങ്ങനെ വിശാലമാകുമ്പോൾ ഷാമിൽപ്പെട്ട ഒരു പ്രദേശത്തെത്തി. അവിടെ ആളുകളോട് സംസാരിക്കുന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇന്നി അഖൂമു ഫീകും കമാ ഖാമ ഫീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ ഞങ്ങളിൽ നിന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്. അലൈക്കും അസ്സംഉ വത്ത്വാഅ, നിങ്ങൾ നേതൃത്വം കേട്ടനുസരിക്കണം. അങ്ങനെ അദ്ദേഹം കുറെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് പറഞ്ഞു, മൻ അറാദ മിൻകും ബുഹ്ബൂഹത്തൽ ജന്നതി ഫൽയൽസമിൽ ജമാഅ, നിങ്ങളിൽ ആരാണോ സ്വർണ്ണത്തിന്റെ നടുത്തളം ആഗ്രഹിക്കുന്നത്, പരലോകത്തെ സ്വർഗ്ഗലോകത്തിന്റെ നടുത്തളം ആരാണോ ആഗ്രഹിക്കുന്നത്, അവൻ ജമാഅത്തായി ഒരുമിച്ച് നിൽക്കട്ടെ, ഒന്നിച്ചു നിൽക്കട്ടെ, വേറിട്ട് നിൽക്കാതിരിക്കട്ടെ. ഫൽയൽസമിൽ ജമാഅ, അവൻ ഒരുമിച്ച് കൂട്ടായ്മയോടുകൂടി ഒരുമിച്ചാണ് നിൽക്കേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചത് ഞാനിതാ നിങ്ങളെ പഠിപ്പിക്കുന്നു. പ്രവാചകന്റെ ഹദീസ് കാണാം, അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ ഒന്നിച്ച് നിൽക്കണം, ഒന്നിച്ചൊന്നായി നിൽക്കണം. അല്ലേ, യദുല്ലാഹി മഅൽ ജമാഅ, അല്ലാഹുവിന്റെ കൈ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കൈ ഉണ്ടാകുന്നത് അത് സഹായമായി അല്ലെങ്കിൽ മറ്റു കാരുണ്യമായി പല നിലയിൽ അല്ലാഹുവിന്റെ കൈ ഉണ്ടാവുക ആരോടൊപ്പമാണ്? മഅൽ ജമാഅ, അത് സംഘത്തോടൊപ്പമാണ്, ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ കൈ നമ്മോടൊപ്പം ഉണ്ടാവുക. പിന്നെയോ ഒറ്റപ്പെട്ടു പോകുന്ന ആടുകളെയാണ് ചെന്നായി പിടിക്കുക, കൂട്ടത്തിൽ നിൽക്കുന്ന ആടുകളെയല്ല വേട്ടയാടുക. മൃഗം എങ്ങനെയാണ് വേട്ടയാടുക? ചെന്നായി കൂട്ടത്തെ, മാൻകൂട്ടത്തെ, ആട്ടിൻപറ്റത്തെ, മാൻകൂട്ടത്തെ എങ്ങനെ വേട്ടയാവുക? കൂട്ടത്തിനിടയിലേക്ക് ഓടിക്കയറും.
എന്നിട്ട് ആകെ ഛിന്ന ഭിന്നമാക്കും. പലരും ചിതറിയോടും. എന്നിട്ട് ഒറ്റപ്പെട്ടതിന്റെ പുറകെ ഓടി അതിനെ വേട്ടയാടി പിടിക്കും. നമ്മൾ ഛിന്ന ഭിന്നമാകാൻ പാടില്ല. ഒരുമിച്ച് നിൽക്കണം, ഒന്നായി നിൽക്കണം. നമ്മുടെ ഏറ്റവും അധികം സംരക്ഷിക്കപ്പെടുന്നത് നമ്മുടെ ദീനാണ്, നമ്മുടെ ഈമാനാണ്, നമ്മുടെ വിശ്വാസമാണ്. മാറി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മതരംഗത്തുള്ള പള്ളിയുമായി ബന്ധപ്പെട്ട്, മദ്രസയുമായി ബന്ധപ്പെട്ട്, ദഅവാ കൂട്ടായ്മകളുമായി ബന്ധപ്പെട്ട് അതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പതുക്കെ ദീനിൽ നിന്ന് അകന്നകന്നു പോകും, മതത്തിൽ നിന്ന് അകന്നകന്നു പോകും. ഓരോ ദീനുമായി ബന്ധപ്പെട്ട ഓരോ ശിആറുകൾ നഷ്ടപ്പെട്ടു പോകും. ചെന്നായ പിടിക്ക ഒറ്റപ്പെട്ടു പോയവനെയാണ്, ശൈത്താൻ പിടിച്ചുകൊണ്ടുക ഒറ്റപ്പെട്ടു പോയവനെയാണ്. അവന്റെ മനസ്സിലാണ് ദുർമന്ത്രണങ്ങൾ കൂടുതൽ നടത്തുക. എല്ലാ നന്മകളോടും ഉച്ചമാകും, എല്ലാ നന്മകളോടും എന്താ പറയുക എതിർപ്പാകും. നന്മ ചെയ്യുന്നവരോട് വിമർശനം മാത്രമായിരിക്കും കയ്യിലുണ്ടാവുക. എന്നിട്ടങ്ങനെ അകന്നു പോകും. സുഹൃത്തുക്കളെ, നമുക്ക് എപ്പോഴും നമ്മുടെ ദീനെ സംരക്ഷിക്കുന്നത് ഏറ്റവും നല്ലവരോടൊപ്പം സഹവസിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ്. അതാ പ്രവാചകൻ പറഞ്ഞു, അർറജുലു അലാ ദീനി ഖലീലിഹി. ഒരു മനുഷ്യന്റെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും. സിനിമ കാണുന്ന, സിനിമ ചർച്ച ചെയ്യുന്ന, സിനിമ ഫോണിലൂടെ ഷെയർ ചെയ്യുന്ന ഒരു സംഘത്തോടൊപ്പം നിൽക്കുന്ന ഒരു മനുഷ്യൻ സിനിമയുടെ ആളായിരിക്കും. ടൂർ പോകുമ്പോ ബാങ്ക് വിളിക്കുന്നുണ്ടോ, സമയമായോ, നിസ്കരിക്കണ്ടേ എന്ന് ചിന്തിക്കാത്ത ഒരു കൂട്ടത്തോടൊപ്പം പോകുന്നവന്റെ ഒരു നിസ്കാരവും കിട്ടൂല. എല്ലാ നിസ്കാരവും പോകും. നേർച്ചക്ക് പോകുന്ന, പൂരത്തിന് പോകുന്ന, വെള്ളമടിക്കുന്ന, അവിടെ പോയി ആഭാസങ്ങളിൽ ഏർപ്പെടുന്ന, യാതൊരുവിധ മര്യാദകളില്ലാതെ ദീനിന്റെ നിയമങ്ങൾ പാലിക്കാതെ കൂത്താടുന്ന ആളുകളോടൊപ്പം ചേർന്ന് നിൽക്കുന്നവനെ അതൊരു തെറ്റായി തോന്നുകയില്ല. അതിന്റെ ഒപ്പം കൂടിയില്ലെങ്കിൽ പോലും അതിനെ എതിർക്കാനോ അത് പാപമാണെന്ന് ചിന്തിക്കാനോ പോലും കഴിയില്ല. എന്നാൽ നിരന്തരമായി മതം ഓർമ്മിപ്പിക്കുന്ന ആളുകൾ, നിരന്തരമായി പരലോകത്തെ ഓർക്കാൻ അവസരമുണ്ടാക്കുന്ന സംവിധാനങ്ങൾ, നിരന്തരമായി മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന സൗഹൃദങ്ങൾ, അതെപ്പോഴും മനുഷ്യനെ നന്മയിലേക്ക് നയിക്കും. സഹാബത്ത് പറഞ്ഞു, ഞങ്ങൾ കണ്ടുമുട്ടുമ്പോ ഒരു സൂറത്ത് ഓതി പരസ്പരം ഉപദേശിക്കും. ഏതാണ് സൂറത്ത്? വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് ആ സൂറത്തിനെ കുറിച്ച് പറഞ്ഞത് ഖുർആൻ തീരെ അവതരിച്ചില്ല, വൽ അസ്ർ മാത്രമാണ് അവതരിച്ചത്. എന്നാൽ മുഴുവൻ മനുഷ്യർക്കും സ്വർഗ്ഗത്തിൽ പോകാൻ ആ ഒരു സൂറത്ത് മാത്രം മതിയാകും. കാരണം എന്താ? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, എല്ലാ മനുഷ്യരും നഷ്ടക്കാരാണ്, സ്വർഗ്ഗം നഷ്ടമാകുന്നവരാണ്. ഇല്ലല്ലദീന ആമനു, വിശ്വാസം ശരിയാകണം. വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ഉണ്ടാവണം. വതവാസൗ ബിൽ ഹഖ്, ജനങ്ങളോട് പരസ്പരം ഉപദേശിക്കണം. ശിർക്ക് മനസ്സിലായാൽ ജനങ്ങളെ ശിർക്കിൽ നിന്ന് മാറി നിൽക്കാൻ പഠിപ്പിക്കണം. തൗഹീദ് ബോധ്യപ്പെട്ടാൽ ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിക്കണം. ബിദ്അത്ത് മനസ്സിലായാൽ സമൂഹത്തെ ബിദ്അത്തിനെ കുറിച്ച് ബോധവൽക്കരിക്കണം. സുന്നത്ത് ബോധ്യപ്പെട്ടാൽ ആളുകളെ സുന്നത്തിലേക്ക് ക്ഷണിക്കണം. അതാണ് വതവാസൗ ബിൽ ഹഖ്. അങ്ങനെ ക്ഷണിക്കുമ്പോഴോ ആൾക്കാർ കല്ലെറിയും, ആളുകളെ ചീത്ത വിളിക്കും, സമൂഹം എതിർക്കും, ഒറ്റപ്പെടുത്തും, മഹല്ല് വിലക്കും. കല്യാണത്തിന് വിളിച്ച ആൾക്കാർ വരൂല. അവിടെ വതവാസൗ ബിസ്സബ്ർ, ക്ഷമിക്കണം. ഈ നാലാളുണ്ടായാൽ സ്വർഗ്ഗത്തിൽ പോകാം. അത് മാത്രം മതി. സ്വഹാബിമാർ കണ്ടുമുട്ടുമ്പോ ഈ സൂറത്ത് ഓതി പരസ്പരം ഉപദേശിക്കും. നജ്ലിസ് വനുമിൻ, ഞങ്ങൾ പറയാറുണ്ടായിരുന്നു സ്വഹാബിമാർ, നജ്ലിസ് വനുമിൻ, നമുക്കൊന്ന് ഒരുമിച്ചിരുന്ന് വിശ്വസിക്കാം, നമ്മുടെ വിശ്വാസത്തെ പുതുക്കാം. എന്നിട്ട് അവർ കൂടിയിരിക്കും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു താബിഈകളായ തന്റെ ശിഷ്യന്മാരെ ഇങ്ങനെ പഠിപ്പിക്കും. എല്ലാ ആഴ്ചയിലും ഒരു ദിവസം അവർക്കുള്ള ക്ലാസിന്റെ സമയമാണ്. എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഉപദേശം തന്നാൽ എത്ര നന്നായിരുന്നു. അപ്പോ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകൻ സമയം നിശ്ചയിച്ചാണ് ഞങ്ങളോട് സംസാരിച്ചിരുന്നത്. കറാഹത്ത സാമത്തി അലൈന, ഞങ്ങൾക്ക് മടുപ്പുണ്ടാകാതിരിക്കാൻ എപ്പോഴും സംസാരം, എപ്പോഴും പറയുന്നത്, മക്കളെ എപ്പോഴും ഉപദേശിക്കാണ്, ഫലം ചെയ്യൂല.
ഞങ്ങൾക്ക് മടുപ്പുണ്ടാകാതിരിക്കാൻ എല്ലാ വ്യാഴാഴ്ചകളുമാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ക്ലാസ് എടുത്ത് കൊടുക്കുക. പ്രവാചകൻ സമയം നിശ്ചയിച്ച് ഞങ്ങളോട് സംസാരിക്കുമായിരുന്നു. ഞാൻ പറയുന്ന സുഹൃത്തുക്കളെ, നമ്മൾ ഒരുമിച്ച് നിന്ന് ഒന്നായി നിന്ന് മുന്നോട്ട് പോകുമ്പോൾ തെറ്റ് കാണുമ്പോൾ ഓർമ്മപ്പെടുത്തും. പള്ളിയിൽ കണ്ടില്ലെങ്കിൽ ചോദിക്കും. ജുമാഅത്ത് വൈകി വന്നാൽ എന്തേ പറ്റിയെന്ന് ചോദിക്കും. ഞാൻ ഒരു നാട്ടിൽ പോയി. അവിടെ ഒരു വീട്ടിലിരുന്ന് അവിടുത്തെ ആളുകളോട് സംസാരിക്കാൻ പറയണം, ഞങ്ങൾക്ക് ഇപ്പാ ശീലമില്ല, മുമ്പൊരു ശീലം ഉണ്ടായിരുന്നു. സുബഹിക്ക് ജമാഅത്തിന് വരാത്ത ആളുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോകും. ഒരു ദിവസം ഒരാൾ വന്നില്ലെങ്കിൽ എല്ലാവരും ഒരാളെ വീട്ടിൽ പോകും. ആ വീട്ടിലായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ചായ തരണം. അതൊരു ഭയങ്കരമായ മാനസികമായ അടുപ്പമാണ്. നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ അങ്ങനെ ഓർമ്മപ്പെടുത്തി വിട്ടു നിൽക്കുമ്പോഴോ നമ്മളറിയാതെ നമ്മൾ വഴിമാറി പോകും. ഒരുമിച്ച് നിന്നാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയും. ഒറ്റക്ക് ജീവിക്കുന്ന ഒരു മനുഷ്യൻ സമൂഹത്തിന് വേണ്ടി എന്താ ചെയ്തത്? ഒരുപക്ഷെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു പോയ ഏതെങ്കിലും ഒരാൾ അയാളുടെ നാട്ടിൽ സ്ഥാപിച്ച ഒരു പള്ളിയെ കുറിച്ച്, അയാളുടെ നാട്ടിൽ നടത്തിയ ഒരു പരിഷ്കരണത്തെ കുറിച്ചൊക്കെ നമുക്ക് പറയാനുണ്ടാകും. പക്ഷേ കേരളത്തിന്റെ മൊത്തം ചരിത്രത്തിൽ ഇവിടെ ഉണ്ടായ പള്ളികൾ, ഇവിടെ ഉണ്ടായ മദ്രസകൾ, ഇവിടെ ഉണ്ടായ അറബിക് കോളേജുകൾ, ഇവിടെ ഉണ്ടായ അനേകായിരം യതീംഖാനകൾ, ഇവിടെ ഉണ്ടായ വിവിധങ്ങളായ മത സംവിധാനങ്ങൾ, പ്രബോധന പ്രവർത്തനങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചെയ്തതാണ്. കൂട്ടായ്മയോടുകൂടി ചെയ്തതാണ്. ഒറ്റക്കല്ലാരും നിർവഹിച്ചത്. ഒറ്റക്കൊരാളെ കൊണ്ട് ചെയ്യുക എന്നുള്ളത് പലപ്പോഴും അസാധ്യമാണ്. ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരുപാട് നന്മകൾ സാധിക്കും. അതുകൊണ്ടാണ് മദീനയിൽ നിന്ന് മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഈജിപ്തിലേക്ക് മടങ്ങുന്നത്. ഖിബ്തിയും ബനൂ ഇസ്രായേലുകാരൻ മടികൂടുന്നത് കണ്ട ഖിബ്തിയുടെ കാര്യത്തിൽ മൂസ അലൈഹിസ്സലാം ഇടപെട്ടു. ബനൂ ഇസ്രായേലുകാരൻ മൂസാ നബിയോട് സഹായം തേടി എന്നെ ഒന്ന് സഹായിക്കുന്നത് അയാൾ ഉപദ്രവിക്കുന്നു. മൂസാ നബിയെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തിയത് ഖവിയ്യുൻ അമീൻ. മൂസാ നബി വിശ്വസ്തനാണ്, ശക്തനാണ്. ഖിബ്തിയെ ഒരു അടി കൊടുത്തു. ഖിബ്തി മരിച്ചു. അങ്ങനെ മൂസാ നബിക്ക് ഈജിപ്ത് വിട്ട് പോകേണ്ടി വന്നു. ചരിത്രം അറിയാം. പോകുന്ന വഴിക്ക് രണ്ട് പെൺകുട്ടികൾ വെള്ളമെടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോൾ മൂസാ അലൈഹിസ്സലാം അവരെ സഹായിച്ചു. അവർക്ക് വെള്ളം എടുത്തു കൊടുത്തു. ആ പെൺകുട്ടികളുടെ വീട്ടിലെത്തിയപ്പോൾ വാപ്പ ചോദിച്ചു, നിങ്ങൾ എന്തേ നേരത്തെ പോന്നു? വെള്ളമെടുക്കുന്ന തിരക്കിനിടയിൽ തിരക്കിൽ പങ്കെടുക്കാതെ മാറി നിൽക്കാൻ രണ്ട് പെൺകുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ ഒരാൾ സഹായിച്ചു. ഇത് വാപ്പാനോട് മക്കൾ പറയണേ, വാപ്പാ നിങ്ങൾ അയാളെ ജോലിക്കാരനായി വെക്കുകയാണെങ്കിൽ ശക്തനും വിശ്വസ്തനുമായ ഒരാളെ നമുക്ക് ജോലിക്കാരനായി കിട്ടിയെന്ന് വിശ്വസിക്കാം. അങ്ങനെ പറയാൻ എന്താ കാരണം? ഇബ്നു അബ്ബാസ് വിശദീകരിക്കുന്നുണ്ട്. വെള്ളം എടുത്തു കൊടുക്കുമ്പോ മൂസാ നബി വെള്ളം കൊടുത്തപ്പോ പെൺകുട്ടികളുടെ മുഖത്തേക്ക് നോക്കിയില്ല. അവിടെ അപ്പൊ പറഞ്ഞു, മകളെ അയാളെ വിളിച്ചു വരും. ഇബ്നു അബ്ബാസ് തഫ്സീറിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി വിശദീകരിക്കുന്നുണ്ട്, വഴി അറിയുന്നത് പെൺകുട്ടിക്കാണെങ്കിലും മൂസാ നബി നടക്കുന്നത് മുന്നിലാണ്, പെൺകുട്ടി പിന്നിലാണ്. കാറ്റ് വീശി വസ്ത്രം ശരീരത്തോട് ഒട്ടിച്ചേർന്ന് ആ സ്ത്രീയുടെ അംഗലാവണ്യം തനിക്ക് കാണാതിരിക്കാൻ മൂസാ നബി മുന്നിൽ നടന്നു. എന്തിനാ? കല്യാണവേദിയിൽ ആണിനും പെണ്ണിനും വേറെ സ്ഥലം ഭക്ഷണം കഴിക്കാൻ ചിന്തിക്കുന്ന കാലത്താണ് നമ്മൾ, അല്ലേ? എന്നിട്ട് ഏതോ ഒരു സ്ത്രീയുടെ അപ്പുറത്ത് നമ്മൾ ഭക്ഷണം കഴിക്കണം. ക്ഷണിച്ചു കൊണ്ടുപോയി അപമാനിക്കുന്നതിന് തുല്യമാണ്. ആണിനും പെണ്ണിനും ഇടയിൽ ഒരു വിരിയിടുന്നത് അത് പുരോഗമനമല്ല, അത് ദീനാണ്. നിർണായക ഘട്ടത്തിൽ ദീനിനെ നമ്മൾ കൈയൊഴിയാൻ പാടില്ല. ഓഡിറ്റോറിയങ്ങളിൽ മറമാറി, വീടകങ്ങളിൽ മറമാറി. മുമ്പൊക്കെ പുരുഷന്മാർക്ക് ഇരിക്കാനുള്ള അതിഥികളുള്ള സ്ത്രീകൾക്ക് ഇരിക്കാനും പുരുഷന്മാർക്ക് ഇരിക്കാനും മാറി. നമ്മൾ ഭയങ്കര പുരോഗമനമാണ്. ദീനല്ല, മതവിരുദ്ധമാണ്. മൂസാ നബി അവിടെ എത്തിയപ്പോ മക്കളുടെ വാപ്പ ശുഐബ് നബിയാണ് ചരിത്രം പറയുന്നത്, അല്ലെ? എന്താ ചെയ്തത്? മകളെ കല്യാണം കഴിച്ചു. ആ ചരിത്രം വിശദീകരിച്ച് പറയാനല്ല ഞാനിപ്പോ ഉദ്ദേശിച്ചത്. 10 കൊല്ലം ആടിനെ നോക്കണം, അതാണ് മഹർ. മഹർ നല്ല മൂല്യമുള്ളത് കൊടുക്കണം. 10 കൊല്ലം ആടിനെ നോക്കണം. വേണമെങ്കിൽ 12 കൊല്ലം പൂർത്തിയാക്കാം. 12 കൊല്ലം, അല്ലെ? അങ്ങനെ പിന്നെ ആടിനെ നോക്കി അവിടെ നിന്ന് ഭാര്യയുമായി മദീനയിലേക്ക്, ഈജിപ്തിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് വഴിയിൽ വെച്ച് നുബുവത്ത് കിട്ടുന്നത്. മൂസയെ ഫിറഔന്റെ അടുത്തേക്ക് പോകണം. അവൻ അക്രമിയായി കാണണം, അവനെ ഉപദേശിക്കണം, അവൻ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം.
അപ്പൊ മൂസാ നബി നടത്തുന്ന പ്രാർത്ഥനയാണ് റബ്ബി ശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വജ്അൽ ലി വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖ്ശുദ് ബിഹി അസ്രി വഅശ്രികുഹു ഫീ അംരി. അല്ലാഹുവേ, എന്റെ ഹൃദയത്തിന് വിശാലത തരണം, എന്റെ നാവിനെ കെട്ടഴിക്കണം, ഞാൻ പറയുന്നവർക്ക് മനസ്സിലാകണം. എനിക്കെന്റെ സഹോദരനെ കൂടി എന്തായി തരണം? ഒരു സഹായിയായി തരണം. ഹാറൂനെ നബിയാക്കി തരണം. എന്റെ കാര്യങ്ങളിൽ എനിക്കൊരു ശക്തി കിട്ടാൻ അല്ലാഹു പറഞ്ഞു, അങ്ങനെയാണ് ഹാറൂൻ നബി നബിയാകുന്നത്. ആധുനിക പണ്ഡിതന്മാർ പറയുന്നത് ഒരാളെ കൂടി മൂസാ നബിക്ക് കിട്ടുന്നത് തന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ എളുപ്പമാക്കുമെങ്കിൽ ഒരുപാട് ആളുകൾ കൂടി ചേർന്നിട്ടുള്ള സംഘടിതമായ പ്രബോധന പ്രവർത്തനങ്ങൾ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ആധുനിക സലഫി പണ്ഡിതന്മാർ പറയുന്നു. ഒരാളെ കിട്ടുന്നത് തന്റെ പ്രബോധനത്തിന് ശക്തി പകരുമെങ്കിൽ 100 ആളെ കിട്ടുമ്പോൾ എത്ര ശക്തി ഉണ്ടാകും? അങ്ങനെ ഒരുമിച്ച് നിർവഹിക്കണം എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ഒറ്റക്ക് നിൽക്കാനല്ല പറഞ്ഞത്, നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂടെ നിൽക്കണം, നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂടെയാകണം. ഒറ്റക്ക് യാത്ര ചെയ്യുന്നത് പോലും മതം നിരുത്സാഹപ്പെടുത്തും. 3 ആളാണ് യാത്രയ്ക്ക് ഏറ്റവും നല്ലത്. യമനിലേക്ക് മുആദ് ബിൻ ജബലിനെയും മറ്റൊരാളെയും പറഞ്ഞേക്കുമ്പോ നബി പറഞ്ഞു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യണം. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും അനുസരിക്കണം. രണ്ടാളും പരസ്പരം ഒരേപോലെ മുന്നോട്ട് പോകുക. ജമാഅത്തിൽ നിൽക്കുമ്പോൾ പോലും ഇമാമും മഅ്മൂമും ഓരോരുത്തരാണ് എങ്ങനെ നിൽക്കേണ്ടത്? രണ്ടാളും അടുത്തടുത്താണ് നിൽക്കേണ്ടത്. ഇമാമിന്റെ വലതു ചേർന്ന് മഅ്മൂം നിൽക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരം നിർവഹിക്കുമ്പോൾ ഒന്നുണ്ടാക്കി വേഗം ഇടതുഭാഗത്ത് നിന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്റെ ചെവിക്ക് പിടിച്ച് പ്രവാചകൻ വലത്തോട്ട് ചേർത്ത് നിർത്തി. 3 ആളാകുമ്പോൾ ഒരു ഇമാറത്ത് ഉണ്ടാകണം. 3 ആളാകുമ്പോൾ നിങ്ങൾ 3 ആളെ യാത്ര പോകുമ്പോ നിങ്ങളിൽ ഒരാളെ അമീറാക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ഇത് ആടില്ലാത്ത, നേതൃത്വമില്ലാത്ത, അനുസരിക്കപ്പെടാത്ത, നയിക്കാനാരുമില്ലാത്ത ഒരു എന്താ പറയാ, ഇങ്ങനെ ഒരാട്ടിൻപറ്റമായി, ഇടയനില്ലാത്ത ആട്ടിൻപറ്റമായിട്ടുള്ള വിശ്വാസികളോട് പ്രവാചകൻ 3 ആള് യാത്ര പോകുമ്പോൾ നിങ്ങൾ ഒരാളെ നേതാവാക്കണം. അയാൾ പറഞ്ഞത് ബാക്കിയുള്ളവർ അനുസരിക്കണം. ഇമാറത്തുണ്ടാകും, ഇത്താഅത്തുണ്ടാകും. എല്ലായിടത്തും പത്തനം ഒരു സംഘടിതമായ സംവിധാനത്തെയാണ് മതം പഠിപ്പിച്ചത്. ഞാൻ പറയുന്നത് സുഹൃത്തുക്കളെ, നമ്മൾ ഒറ്റക്കങ്ങനെ കഴിഞ്ഞു പോകേണ്ടവരല്ല. ഒരു പള്ളി ഉണ്ടാകുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കണം. കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഒരു മദ്രസ ഉണ്ടാകുമ്പോൾ അതിനോട് ചേർന്ന് എല്ലാ മനുഷ്യർ കൈകാര്യം ചെയ്യുന്നതാണ്. എല്ലാം മനുഷ്യർ കൈകാര്യം ചെയ്യുന്നതാണ്. ഇവിടെ കാലത്ത് പ്രവാചകന്റെ കൂടെ നിർണായക ഘട്ടത്തിൽ ഹുനൈൻ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ കൂടെയുള്ള ആൾക്കാർ പറയാണ്, നമ്മൾ തോൽക്കാനാവുന്നുണ്ടോ? വെറുതെ പോകുകയാണ്, കാര്യമില്ല. കൂടെയുള്ള ആകെ കുറച്ച് സൈന്യം വഴിയിൽ വെച്ച് പലരും തിരിച്ചു മടങ്ങാൻ. നബി ആരെയും ആക്ഷേപിച്ചിട്ടില്ല. നബിക്കറിയാമായിരുന്നു ആരാണ് കൂടെയുള്ള മുനാഫിഖുകളെന്ന്. നബി പരസ്യപ്പെടുത്തിയിട്ടില്ല. നബി ആരെയും പരസ്യപ്പെടുത്തിയിട്ടില്ല. ഹുദൈഫ റളിയല്ലാഹു അൻഹു മാത്രം പറഞ്ഞു കൊടുത്തു ആരൊക്കെയാണ് വരുന്നത്. കൂടെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത സ്വഭാവമുള്ള ആളുകൾ ഉണ്ടാകും. ജീവിതത്തിന്റെ പല തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ചില ആളുകളുടെ ശബ്ദത്തിന് കുറച്ച് പരുക്കൻ സ്വഭാവം ഉണ്ടാകും. ചില ആളുകളുടെ ശബ്ദം കുറച്ചും കൂടി നൈർമല്യമുള്ളതായിരിക്കും. ചില ആളുകളുടെ പെരുമാറ്റത്തിന് എല്ലാവരിലും ഉണ്ടാകുന്ന അത്ര സൗമ്യത ഉണ്ടാകണമെന്നില്ല. ചില ആളുകൾ കുറച്ചുകൂടി കമാൻഡിംഗ് കൂടും. എല്ലാം ഉൾക്കൊള്ളണം. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് എന്റെ ഒരു വാക്കുകൊണ്ട് ഒരാൾക്ക് വേദനിക്കരുത് എന്നാണ്. ശരീരത്തിന് വേദനിക്കുന്നതിനേക്കാൾ വലിയ വേദന മനസ്സിന് വേദനിക്കുന്നുണ്ടാവും. എനിക്കൊരു മദ്ലൂമിനെ ഞാൻ ഉണ്ടാക്കരുത്. നമ്മളെല്ലാവരും ചിന്തിക്കണം. വേറൊരു കാര്യമാണ്, ഒരു മദ്ലൂം ഒരാളെ നമ്മൾ കാരണം വേദനിച്ച് അയാൾ ശരിക്കൊന്ന് തേങ്ങിയാൽ അയാളുടെ തേട്ടം പടച്ചോൻ കേട്ട അല്ലാഹുവിനും മദ്ലൂമിന്റെ പ്രാർത്ഥനയ്ക്കും അല്ലാഹുവിനും ഇടയിൽ മറയില്ലെന്ന്. അവിശ്വാസിയാണെങ്കിൽ പോലും മദ്ലൂമിന്റെ തേട്ടം ഒരു പക്ഷെ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നതാണ് പറയാറുള്ളത്. അത്ര ഗൗരവം. നമ്മുടെ വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ നോട്ടം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ പെരുമാറ്റം നമ്മൾ നന്നാക്കണം. പക്ഷെ ഏതെങ്കിലും ഒരാളുടെ പെരുമാറ്റം മോശമാണെന്നുള്ളതുകൊണ്ട് ഞാൻ പള്ളിക്ക് ഞാനില്ല,
ആ മദ്രസക്ക് എന്നെ കിട്ടൂല, അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. നമ്മൾ മനുഷ്യരാകുമ്പോഴുള്ള ഓരോ ആളുകളുടെയും എനിക്കും ചില ന്യൂനതകളുണ്ട്, എനിക്കും ചില കുറവുകളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ഒരുമിച്ച് നിന്ന് എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ച് ദഅവാ സംരംഭങ്ങളിലെല്ലാം നമ്മൾ സംഘടിപ്പിക്കുന്ന ഖുർആൻ ക്ലാസുകൾ ഉണ്ടാകണം, നമ്മൾ ഒരുമിച്ച് സംഘടിപ്പിക്കുന്ന വിജ്ഞാന വേദികൾ ഉണ്ടാകണം, നമ്മൾ ഒരുമിച്ച് സംഘടിപ്പിക്കുന്ന സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഉണ്ടാകണം, നമ്മൾ ഒരുമിച്ച് സംഘടിപ്പിക്കുന്ന സക്കാത്ത് സെല്ലുകൾ ഉണ്ടാകണം, നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന പൊതുപ്രഭാഷണങ്ങൾ ഉണ്ടാകണം, ശരിയായ ഇസ്ലാമിലേക്ക് മുസ്ലിങ്ങളല്ലാത്തവരെ, നിരീശ്വരവാദികളെ, നിർമ്മതവാദികളെ, അമുസ്ലിങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ ഖൈറുൻ ലക മിനദ് ദുനിയ വമാ ഫിഹാ, ഒരാൾക്ക് ഹിദായത്ത് കിട്ടിയാൽ ഈ ദുനിയാവും അതിലുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാൾ ഉത്തമമാണ്. നമ്മളെല്ലാവരും കൂടി അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്യണം. അതിനുള്ള ഓരോ അവസരവും ഉപയോഗപ്പെടുത്തണം. പലപ്പോഴും ആളുകൾ ഇത്തരം സംവിധാനങ്ങളെ വിമർശിക്കുകയാണ് ചെയ്യാറുള്ളത്. വിമർശിക്കുകയല്ല, ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വിട്ടുവീഴ്ച മനസ്സോടുകൂടി ഇത്തരം കൂട്ടായ്മകളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, വിശ്വാസികളെ, അല്ലാഹുവെ സൂക്ഷിച്ച് അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൽ പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. നമ്മുടെ പള്ളിയുടെ പരിപാലനത്തിലേക്ക് കഴിയുന്നത്ര ദാനധർമ്മങ്ങൾ ചെയ്യാൻ ഇന്നത്തെ ജുമാ അവസാനിക്കുമ്പോഴും നമ്മുടെ അത്തരമൊരു കാര്യം നമ്മുടെ ശ്രദ്ധയിലുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പറഞ്ഞു വന്നത് ഛിന്ന ഭിന്നമായി ഇടയനില്ലാത്ത ആട്ടിൻകൂട്ടത്തെ പോലെ കുത്തഴിഞ്ഞു പോയ, നൂല് പൊട്ടിപ്പോയ ഒരു പുസ്തകത്തെ പോലെ ചിതറിപ്പോകേണ്ടവരല്ല വിശ്വാസികൾ. നമ്മൾ ഒരുമിച്ച് നിന്ന് ഒന്നായി നിന്ന് ഒരുപാട് നന്മകൾ ചെയ്ത് ധാരാളം ഒരു ചെറിയ ആയുസ് അവസാനിക്കുന്നതിന് മുമ്പ് നെറ്റിത്തടത്തിൽ വിയർപ്പ് കണങ്ങളോടെ ജീവിതത്തിന്റെ അവസാന സമയത്തും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അത്യധ്വാനം ചെയ്ത് ഈ ജീവിതം അവസാനിപ്പിച്ചു പോകേണ്ടവരാണ് നമ്മൾ. അതിന് രണ്ട് ഗുണങ്ങളുണ്ട്, രണ്ട് തലങ്ങളുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതം നന്നാവും. നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ പല പല വഴികളിലൂടെ പോകും. നമ്മൾ ഒന്നായി ഒരു മത കൂട്ടായ്മയോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ദീന് സംരക്ഷിക്കപ്പെടും. നമ്മൾ വഴിതെറ്റി പോകുമ്പോൾ തിരുത്താൻ ആളുണ്ടാകും. നമ്മൾ നിരന്തരമായി ഇടപെടുന്നിടത്ത് ഓർമ്മപ്പെടുത്തലുണ്ടാകും. മരണത്തെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്. അത് ഈമാൻ നഷ്ടപ്പെട്ടു പോകാതെ തഖ്വയോടുകൂടി നിലനിൽക്കാൻ നമുക്ക് ഏറെ ഉപകാരപ്പെടും. രണ്ടാമത്, നമ്മുടെ ജീവിതം അവസാനിക്കുമ്പോൾ എന്തെങ്കിലും ഇവിടെ ചെയ്തു എന്ന് പറയാൻ നമുക്ക് കഴിയും. എന്തെങ്കിലും ഇവിടെ ചെയ്ത് കടന്നുപോയി എന്ന് പറയാൻ സാധിക്കും. നമുക്ക് ഈ പള്ളി ഉണ്ടായത് എങ്ങനെയായിരിക്കും, ഇവിടെ എത്ര സൗകര്യങ്ങൾ ഉണ്ടായത് എങ്ങനെയായിരിക്കും, ഒരുപാട് ആളുകളുടെ വലിയ വലിയ സാമ്പത്തിക ശേഷി ഇതിനകത്ത് ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട്. അത് അല്ലാഹു എല്ലാവരുടെയും അത്തരം സദഖകൾ സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ കുറെ ആളുകളുണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ഇങ്ങനത്തെ എല്ലാ സംവിധാനവും ഉണ്ടാകും. പണ്ട് കേരളത്തിൽ ഒരു പണ്ഡിത സഭ രൂപീകരിക്കുമ്പോൾ ഇവിടുത്തെ യാഥാസ്ഥിതികരായ ആളുകൾ ചോദിച്ചു, ഇങ്ങനെ ഒരു സഭ, ഒരു സംഘടന ഉണ്ടാക്കാൻ എങ്ങനെ ഇസ്ലാമിലെ തെളിവുകൾ? അന്ന് ഇ.കെ. മൗലവി എന്ന് പറയുന്ന മരിച്ചുപോയ മഹാനായ ഒരു പണ്ഡിതൻ ഒരായത്തോതി, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവരാണ് വിജയികൾ. ആരാണ് വിജയികൾ? നിങ്ങളിൽ നിന്നൊരു സംഘം ഉണ്ടാകണം. യദ്ഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് ക്ഷണിക്കുന്ന സംഘം. യഅ്മുറൂന ബിൽ മഅറൂഫ്, ആളുകൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സംഘം. വയൻഹൗന അനിൽ മുൻകർ, നാട്ടിൽ നിലനിൽക്കുന്ന തെറ്റുകളെ വിലക്കുന്ന, എതിർക്കുന്ന, അരുതായ്മകൾ കാണുമ്പോ സഹോദരാ അത് ചെയ്യരുതെന്ന് പറഞ്ഞ് കൈ പിടിക്കുന്ന ഒരു സംഘം. അവരാണ് ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ.
അവരാണ് വിജയികൾ. ആ വിജയികളിൽ ഉൾപ്പെടാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു പൂർണ്ണാർത്ഥത്തിൽ നാളെ പരലോകത്ത് സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന തരത്തിൽ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പലതരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കി കൊടുക്കട്ടെ. രോഗങ്ങൾക്ക് ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ സ്നേഹനിധികളായ നമ്മുടെ മാതാപിതാക്കൾ, കുടുംബ ബന്ധുക്കൾ, ആദർശ ബന്ധുക്കൾ, അള്ളാഹു എല്ലാവരെയും നമ്മെയും അവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.